സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന കപ്പിൾസാണ് ട്രാൻസ്ജെൻഡർമാരായ ജാസിൽ ജാസിയും പങ്കാളി ആഷിയും. ഏറെക്കാലം ദുബായിൽ ജോലിയും ബിസിനസ്സും എല്ലാമായി സെറ്റിലായിരുന്ന ഇരുവരും പൂർണ്ണമായും സ്ത്രീയായി മാറാനുള്ള ചികിത്സയ്ക്കായി ജാസി വിധേയതയായി തുടങ്ങിയതോടെയാണ് കേരളത്തിലേക്ക് ഇവർ എത്തിയത്. ചികിത്സകൾ പുരോഗമിക്കുന്നതിനാൽ എല്ലാത്തിനും ശേഷം പാസ്പോർട്ടിലും മാറ്റം വരുത്തി മാത്രമേ ജാസിക്ക് ഇനി തിരികെ ദുബായിലേക്ക് പോകാൻ സാധിക്കൂ. ആഷി ഇടയ്ക്ക് ബിസിനസ് കാര്യങ്ങൾ പരിശോധിക്കാനായി ദുബായിലേക്ക് പോകാറുണ്ട്. ആഷി കാസർഗോഡ് സ്വദേശിയും ജാസി പാലക്കാട് സ്വദേശിയുമാണ്. വളരെ വർഷങ്ങൾക്കും ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. അതിനുശേഷമാണ് പ്രണയം തിരിച്ചറിഞ്ഞതും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൂടിയാണ് ഇരുവരും. ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് തന്നെ പ്രൊമോഷൻ, ഉദ്ഘാടന പരിപാടികൾ, ഇന്റർവ്യൂ എല്ലാത്തിനും തിരക്കിലാണ് ഇരുവരും. ജാസിക്കും ആഷിക്കും സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇരുവരെയും ബന്ധപ്പെട്ട ചില വീഡിയോസും ക്ലിപ്പുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇതിൽ ഒരു വീഡിയോയിൽ മുഖത്തും ശരീരത്തും മർദ്ദനമേറ്റ പാടുകളുമായി നിൽക്കുന്ന ആഷിയാണ് കാണാൻ സാധിക്കുന്നത്. "എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ടു. വീട്ടിലേക്ക് വിളിച്ചു. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തായിട്ടാണ് ഞാൻ ജാസിയെ കണ്ടത്. അവൻ്റെ കൂടെ നിൽക്കണമെന്ന് അവൻ്റെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒപ്പം നിൽക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോ ആണ് എല്ലാം. പ്രൊമോഷന് വേണ്ടിയാണ് പല വീഡിയോകളും ഞാൻ നിൽക്കുന്നത് പോലും. ജോലി സെറ്റായി നാട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറായപ്പോൾ അവർ എന്നെ വിടുന്നില്ല. പാസ്പോർട്ട് എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. മുഖത്ത് നിങ്ങൾ കാണുന്നത് അവൻ മൊബൈൽ വെച്ച് കുത്തിയതാണെന്നും കടിച്ചതാണെന്നെല്ലാം നഖം വെച്ച് മാന്തിയതിൻ്റെയും പാടാണെന്നും ഇത് പ്രചരിക്കുന്ന വീഡിയോ ആണ് ആഷിഖ് ജാസിയെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഈ വീഡിയോയ്ക്ക് ഒപ്പം ആഷി തന്നെ ഉപേക്ഷിച്ചു പോകാതിരിക്കാൻ ഉസ്താദിനോട് സഹായം ചോദിക്കുന്ന ജാസിയുടെ വോയിസ് ക്ലിപ്പും പ്രചരിക്കുന്നുണ്ട്. "ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങൾ ഒന്നും നല്ലതുപോലെ അവസാനിച്ച് ഞങ്ങൾ പണ്ടത്തെ പോലെ എപ്പോൾ ഓക്കെ ആവുമെന്ന് അറിയില്ല. അവൻ എന്നെ വിട്ടു പോകണമെന്നോ ഇല്ലെന്നോ ഉസ്താദിന് കിട്ടിയത്. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാമോ? മുമ്പ് അവന് നല്ല സ്നേഹമായിരുന്നു. കുറച്ച് ദിവസമായി മാറ്റം വന്നു തുടങ്ങി" എന്നാണ് ജാസി വോയിസ് ക്ലിപ്പിൽ പറഞ്ഞത്. "മുന്നോട്ട് പോകുന്നതിൽ കാണുന്നില്ല. ബന്ധം മുറിയുമോയെന്ന് കാണുന്നത്. ചിലപ്പോൾ നീയുമായി അടുക്കും. അതിനുശേഷം പൂർണ്ണമായും നിന്നെ അവൻ ഒഴിവാക്കും" എന്നായിരുന്നു ഉസ്താദ് ജാസിക്ക് നൽകിയ മറുപടി. ഈ വോയിസ് ക്ലിപ്പുകളും വളരെ കാലത്തെ പഴക്കമുണ്ട്. തങ്ങൾ തമ്മിലുണ്ടായിരുന്ന പഴയ പ്രശ്നത്തിൻ്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിക്കുന്നതറിഞ്ഞ് ജാസി ആഷിക്കും വിശദീകരണവുമായി എത്തുകയും ചെയ്തു. "ഞങ്ങൾ വേർപിരിഞ്ഞിട്ടില്ല. ഒരുമിച്ച് തന്നെയാണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോസും വോയിസ് ക്ലിപ്പും ആ ഒരു സാഹചര്യത്തിൽ ചെയ്തതാണ്. അതിൻ്റെ വിശദീകരണം യൂട്യൂബ് ചാനലുണ്ട്. ട്രാൻസിൻ്റെ ലൈഫ് വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആഷിയെപ്പോലെ സുന്ദരക്കുട്ടനെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരാളെ കിട്ടുക വളരെ പ്രധാനമായ ഒന്നാണ്. ആഷി എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടും അവൻ തുടർന്നും എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ഉസ്താദിന് ഞാൻ അയച്ചു കൊടുത്തത്." അവസാനം ഉസ്താദ് പറയുന്നുണ്ട്, "ആഷി പടച്ചവനൊന്നും അല്ലല്ലോ. നിന്റെ ആഷി പോവില്ല. ഒപ്പം ഉണ്ടാകുമെന്ന്." അത് പക്ഷേ ആരും പോസ്റ്റ് ചെയ്ത് കണ്ടില്ലെന്നും വിശദീകരണം നൽകി ജാസിയും ആഷിയും പറഞ്ഞത്.